2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് എസ്റ്റിമേറ്റും മറികടന്ന് കേരളത്തിന്റെ കടമെടുപ്പ്. പൊതുകടം നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ 4 മാസത്തിനുള്ളിൽ തന്നെ 4,88,091 കോടിയായി ഉയർന്നിരിക്കുകയാണ്. ഡിസംബറോടുകൂടി സംസ്ഥാനത്തിന്റെ പൊതുകടം 5,620 കോടിയായി മാറും എന്നുള്ളതാണ്. പ്രജിത്ത്, ഈ കടമെടുപ്പ് എവിടെ പോയി നിൽക്കും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. 2025-26 സാമ്പത്തിക വർഷം അവസാനിപ്പിക്കുമ്പോൾ, അതായത് 2026 മാർച്ച് 31 കേരളം 4,81,997 കോടിയിലേക്ക് സംസ്ഥാനത്തിന്റെ പൊതുകടം എത്തുമെന്നുള്ളതായിരുന്നു കഴിഞ്ഞ വർഷത്തെ ബജറ്റിലെ വിലയിരുത്തലും എസ്റ്റിമേറ്റും. എന്നാൽ ഈ സാമ്പത്തിക വർഷം ആരംഭിച്ച് 4 മാസങ്ങൾ, അതായത് 2025 ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ മാസങ്ങൾ പൂർത്തിയാകുമ്പോഴേക്കും സംസ്ഥാനത്തിന്റെ പൊതുകടം, ആകെയുള്ള പൊതുകടം 4,80,891 കോടിയായി മാറി. അതായത് ഈ സാമ്പത്തിക വർഷം പ്രതീക്ഷിച്ചതിലും 6,094 കോടി ഇപ്പോൾ തന്നെ അധികമാണ് സംസ്ഥാനത്തിന്റെ പൊതുകടം എന്നുള്ളത്. ഈ സാമ്പത്തിക വർഷം കേരളം കടമെടുത്തത് 17,000 കോടിയാണ് ഇതുവരെ. ഈ ഡിസംബർ വരെ ഏതാണ്ട് 12,529 കോടി കൂടി സംസ്ഥാനത്തിന് കടമെടുക്കാം. അങ്ങനെ ഈ 12,529 കോടി സംസ്ഥാനം കടമെടുക്കുകയാണെങ്കിൽ കേരളത്തിന്റെ ആകെ കടബാധ്യത, അതായത് നിലവിൽ സംസ്ഥാനത്തിന് മുഴുവൻ മൊത്തത്തിലുള്ള കടബാധ്യത എന്ന് പറയുന്നത് 5 ലക്ഷം കോടി എന്ന വലിയ സംഖ്യയെ മറികടന്ന് കൃത്യം 5,620 കോടിയായി മാറും. ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ കടക്കണിയിലേക്ക്, 5 ലക്ഷം കോടി എന്ന് പറയുന്ന വലിയൊരു കടക്കണിയിലേക്ക് സംസ്ഥാനം മുന്നോട്ട് പോവുകയാണ്. അത് ഡിസംബറോടെ സംസ്ഥാനം ആ കടക്കണിയിൽ ചെന്ന് വീഴും എന്നുള്ളതാണ് നമുക്ക് നിലവിലത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഓണക്കാലം വരുന്നു, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, അത് കഴിഞ്ഞിട്ടുള്ള ഉത്സവകാലങ്ങളൊക്കെ വരുന്നു. സർക്കാരിന് നിരവധി ചെലവുകളുണ്ട്. ഈ ചെലവുകൾ നികത്തിക്കൊണ്ട് പോകണമെങ്കിൽ സർക്കാരിന് കടമെടുത്തേ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ 12,250 കോടി കൂടി സർക്കാർ കടമെടുക്കും. ആ കടമെടുപ്പ് പൂർത്തിയാകുന്നതോടുകൂടി സംസ്ഥാനത്തിന്റെ ആകെ പൊതുകടം എന്ന് പറയുന്നത് 5 ലക്ഷം കോടിയിൽ കടന്ന് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് നിലവിലത്തെ സാഹചര്യം. ഇതിനപ്പുറത്തേക്ക് കടബാധ്യത മറികടക്കാൻ സർക്കാരിന്റെ കയ്യിൽ മറ്റൊരു സാഹചര്യവുമില്ല. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഡിസംബർ കഴിയുമ്പോഴും വീണ്ടും ഒരു 3 മാസം കൂടിയുണ്ട് ഈ സാമ്പത്തിക വർഷം അവസാനിക്കാൻ. അപ്പോൾ 5,620 കോടി എന്ന് പറയുന്ന സംഖ്യയിൽ നിന്ന് അതിനേക്കാളും വലിയൊരു തുകയിലേക്ക് കേരളത്തിന്റെ പൊതുകടം ഈ സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോഴേക്ക് എത്തും. അത് മുന്നിൽ പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ, നേരത്തെ വിലയിരുത്തിയിരുന്നതിനേക്കാൾ വലിയൊരു തുകയിലേക്ക് ചെന്ന് നിൽക്കും എന്നുള്ളതുമാണ് സംസ്ഥാനത്തിന്റെ ഒരു സാമ്പത്തിക ദുരന്ത സാഹചര്യം നമുക്ക് വ്യക്തമാക്കി തരുന്നത്. ശരി പ്രജിത്ത്, 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് എസ്റ്റിമേറ്റ് മറികടന്ന് കേരളത്തിന്റെ കടമെടുപ്പ് എന്നുള്ള വാർത്തയാണ് പ്രജിത് മോഹനൻ തിരുവനന്തപുരത്ത് നിന്ന് പങ്കുവച്ചത്. ഡിസംബറോടുകൂടി സംസ്ഥാനത്തിന്റെ പൊതുകടം 5,620 കോടിയായി മാറുകയും ചെയ്യും.